ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഉരുൾപൊട്ടിയതിനു ശേഷം ആ നാട്ടുകാർ ക്യാമ്പുകളിലെത്തിയിട്ട് 15-ാം ദിനമാണ്. ക്യാമ്പുകളിൽ ഒരുപാട് അസൗകര്യങ്ങളുണ്ട്. എല്ലാ അസൗകര്യങ്ങൾക്കും മേൽ അവരിപ്പോഴും പലപ്പോഴും പരാതികളും പരിഭവവും പറയാതെ എല്ലാം അനുസരിച്ച് കഴിയുന്നു. എല്ലാ അസൗകര്യങ്ങളും സർക്കാർ പരമാവധി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ 1, 2, 3 അല്ല, കവളപ്പാറയിലെയോ പുത്തുമലയിലെയോ പെട്ടിമുടിയിലെയോ പോലെയുള്ള വളരെ ചുരുക്കം മനുഷ്യരുമല്ല, 1000-ഓളം മനുഷ്യരെ പല ക്യാമ്പുകളിലായി പാർപ്പിക്കുമ്പോൾ സ്വാഭാവികമായും പലതരത്തിലുള്ള അസൗകര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അവരാരും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് വലിയ പരിഭവങ്ങളൊന്നും പറഞ്ഞില്ല. ചെറിയ ചെറിയ അസൗകര്യങ്ങൾ സൂചിപ്പിച്ചു, പക്ഷെ അതൊന്നും ഇപ്പോൾ കാര്യമാക്കേണ്ടതില്ല എന്നാണ് അന്നാട്ടുകാർ പറയുന്നതും. പക്ഷേ ഇങ്ങനെ എത്ര കാലം പോകാൻ സാധിക്കുമെന്നൊരു ചോദ്യമുണ്ട്. ഇന്ന് ആശ്വസിക്കാവുന്നൊരു തീരുമാനമെത്തി. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വാടക വീടുകളിലേക്ക് മാറാം. സർക്കാർ 6000 രൂപ മാസം വാടക നൽകും. നമുക്കിപ്പം മേപ്പാടി ക്യാമ്പിൽ നിന്ന് അലി ചേരുന്നുണ്ട്. അലി, നമസ്കാരം. ഇന്നിപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം വന്നു. ക്യാമ്പിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 6000 രൂപ വീതം മാസവാടക നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അത് മതിയാകുമോ അല്ലേ? അത് സ്വാഗതം ചെയ്യുന്നു. സർക്കാരിൻ്റെ സാമ്പത്തികമായ ഇപ്പോഴത്തെ പ്രതിസന്ധികളെ കുറിച്ചിട്ട് വളരെയധികം അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ സർക്കാർ പിന്നെ ഈ ഡൊണേഷനുകൾ, പിന്നെ സംഘടനകൾ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള വരുമാനങ്ങൾ, നമ്മൾ ഓരോ വ്യക്തിയും ഓരോ രൂപകൾ സ്വരൂപിച്ച് കിട്ടുന്ന ഒരു വരുമാനം, അത് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ അമിതമായ ഒരു ആഗ്രഹവും പ്രതീക്ഷയൊന്നും നമുക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചൂരൽമല എന്ന് പറഞ്ഞാൽ ഞാൻ 40 വർഷമായി ചൂരൽമലയിൽ. ഞാൻ അവിടുന്ന് മാരിഡാണ്. എൻ്റെ സ്വദേശം പനമരമാണ്. പിന്നെ ഞാൻ ഭാര്യയുടെ കൂടെ അവിടെ ഭാര്യയ്ക്ക് എസ്റ്റേറ്റിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഭാര്യേൻ്റെ ജോലി കളയണ്ടല്ലോ, രണ്ടുപേരുടെയും വരുമാനം കൊണ്ട് അങ്ങനെ ജീവിക്കാം. ഞാൻ ഒരു ബ്യൂട്ടീഷ്യൻ ബാർബർ തൊഴിലാളിയാണ്. അങ്ങനെ ഞാൻ ബാർബർ ഇങ്ങായിട്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ കറങ്ങി ജോലി ചെയ്തുകൊണ്ട് മലപ്പുറം ജില്ല അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം സംരക്ഷിച്ച് കൊണ്ട് വരുന്ന ഒരാളാണ്. ഇപ്പോൾ ചൂരൽമല ഒരു ബാർബർ കട തുടങ്ങിയിട്ട് 17 വർഷമായി. അവിടെ എൻ്റെ മോന് നിസാറാണ് ഇപ്പോൾ വർക്ക് ചെയ്തത്. ഞാൻ അവിടുന്ന് പിന്നെ ആ ഫീൽഡിൽ നിന്ന് വർക്കൗട്ടായി. ഇപ്പോൾ എനിക്ക് പ്രഷർ, ഷുഗർ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. കാലിന് എല്ല് തേയ്മാനം. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ വീട് എൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള വീടാണ്. അത് റിട്ടേൺ വാൾവ് ചെയ്യാതെ അതിലെ റോഡ് പോകുന്നിടത്ത് സർക്കാർ പെറുക്കി വെച്ചിട്ട് ഒരു കല്ല് കെട്ടിയത്, അത് മുഴുവൻ എൻ്റെ മോൻ്റെ വീടിൻ്റെ മുകളിലേക്ക് ഇടിഞ്ഞ് വീണിട്ട് കംപ്ലീറ്റ് തകർന്നു പോയി. അത് ഞങ്ങൾ വില്ലേജ് ഓഫീസർ മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തു. അത് ഓഫീസർമാരിങ്ങനെ വന്ന് നോക്കും, പോകും, നമുക്ക് അങ്ങോട്ടാക്കാം ഇങ്ങോട്ടാക്കാമെന്ന് പറയും. എൻ്റെ വീടിൻ്റെ അവസ്ഥയും ഭാഗികമായി തകർന്ന് കിടക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പ്ലാസ്റ്റിക് ഇട്ടിട്ട് പിന്നെ വെള്ളം ആ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ ഒഴുക്കി വിടുകയാണ്. അവിടെ സേഫ് അല്ല സാർ. കാരണം എന്ന് പറഞ്ഞാൽ താമസം ഒരിക്കലും സാധ്യമല്ല. ആ മേഖലകളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. ഞങ്ങൾ തൊഴിൽ ചെയ്ത് ബാർബർ തൊഴിൽ ചൂരൽമല സിറ്റിയെ പോയി. പിന്നെ എങ്ങനെ ചൂരൽമല സിറ്റിയെ ഇല്ല. ഇപ്പോൾ ഒരു ഡിവിഷൻ ആദ്യം പോയി പുത്തുമല, പിന്നെ അട്ടമല, മുണ്ടക്കായി, പിന്നെ ചൂരൽമല, ആ 3 ഡിവിഷനും ഇപ്പോൾ പോയി. അതിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു തുരുത്ത് പോലെ അവിടെ ഇവിടെയൊക്കെ 2 3 വീടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ അവിടെ കഴിയുമോ? അത് അവിടെ നിന്ന് സേഫ്റ്റി അല്ല എന്നുള്ളതാണ്. അലി, 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഇനി കിടക്കാൻ ഉറപ്പുള്ളൊരു കൂര വേണം. രണ്ടാമത്തത്, ഉപജീവനത്തിന് എന്തെങ്കിലും മാർഗം വേണം, അല്ലേ? ഉപജീവന മാർഗം കിടക്കാൻ ഒരു കൂര്യം തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഓവറായിട്ടുള്ള സ്വപ്നങ്ങളൊന്നുമില്ല. കുറേ ചെറുപ്പകാലങ്ങളിൽ അങ്ങനെ കുറേ സ്വപ്നങ്ങളും ഒക്കെ കണ്ടു. പക്ഷെ അവിടേക്കൊന്നും നമ്മൾ എത്തിപ്പെടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ചിറകിൽ ഒതുങ്ങുന്ന സ്വപ്നങ്ങളെ നമുക്കുള്ളൂ, വളരെ നോർമലായ സ്വപ്നങ്ങൾ. അതിനുള്ള ഒരു സംവിധാനം സർക്കാർ ചെയ്തു തരണമെന്നേ നമുക്ക് ആവശ്യമുള്ളൂ. ആഗ്രഹം. എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മകള്, അവൾക്ക് ഡിപ്രഷനാണ്. അവൾ ഈ സിസോപ്പിൻ സോൾട്ടാസ് എന്ന് പറയുന്ന ഗുളിക 12 വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് എൻ്റെ മകള്. പിന്നെ എനിക്ക് ജോലിയില്ല. എൻ്റെ മകളുണ്ട്. മകൾക്ക് 33 വയസ്സ്. അവൾക്ക് വിവാഹം കഴിച്ച ശേഷം ഒരു വിവാഹ ജീവിതത്തോട് താല്പര്യമില്ല. അങ്ങനെ എന്തോ ഒരു മനോവൈകല്യമാണ് അവൾക്ക്. അങ്ങനെ ഡോക്ടർ ഇപ്പോൾ കമാൽ ഹുസൈൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്.
ഓക്കെ, അല്ല അത് തീർച്ചയായിട്ടും കൂടുതൽ മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്കൊക്കെ നമുക്ക് തിരികെ വരാൻ സാധിക്കുമല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ 3 പേരുമായിരിക്കും ഒരുമിച്ചൊരു വീട്ടിൽ ഉണ്ടാവുക അല്ലേ, പുതുതായിട്ടൊരു വീട് കിട്ടിയാൽ? അല്ല, എൻ്റെ മോനും ഉണ്ട്. മോനും ഒരു ചെറിയ പണിയൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകുന്നു. ഈ ബാർബർ പണിയൊക്കെ അറിയാവോന്. +2 നിസാർ എൻ്റെ മോനാണ്. ഓന് വേറെയാ താമസിക്കും. ഓക്കെ, അപ്പോ വാടക വീട് 6000 രൂപയ്ക്ക് ഒരു വാടക വീട് കണ്ടെത്തിയോ ഇതിനകം അല്ലേ? ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അത് 2-3 ദിവസമായി കണ്ടെത്തിയിട്ട്. അപ്പോൾ ഇന്ന് ഭാര്യയും എൻ്റെ ശേഷിക്കുന്ന ഫാമിലിയൊക്കെ പോയിട്ട് അവിടെ അതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയൊക്കെ വന്നിട്ടുണ്ട്. വാടക കൊടുക്കുമെന്നുള്ള ഉറപ്പിലാണ് ഞങ്ങൾ ഇത്. അവരൊരു 5 രൂപയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഈ വാടകയ്ക്കുള്ളിൽ ആശ്വാസത്തിനത് മതിയല്ലേ അല്ലേ? അതേ ആശ്വാസം. അല്ലാണ്ട് ഇപ്പം നമുക്കിപ്പോൾ അതിന് വലിയൊരു പിന്നെ സ്വപ്നങ്ങൾ ഉണ്ടാവും. നമുക്കൊന്നും അവിടെ ഒന്നും എത്താൻ കഴിയില്ലല്ലോ. ലോട്ടറി ടിക്കറ്റ് ഒരുപാട് എടുക്കും, എല്ലാം അടിക്കണമെന്നില്ലല്ലോ. അത് സ്വപ്നമല്ലേ. ശരിയാണ്. ഇപ്പൊ കിട്ടിയ ഒരു വലിയ ലോട്ടറിയാണല്ലേ ഈ ജീവിതം. തിരിച്ചു കിട്ടി, മകളെ തിരിച്ചു കിട്ടി, മകനെ തിരിച്ചു കിട്ടി, ഭാര്യയെ തിരിച്ചു കിട്ടി. അതിന്മേൽ വലിയ ലോട്ടറി ഉണ്ടോ നമ്മുടെ ചുറ്റും അല്ലേ? അതൊരു വലിയ ലോട്ടറിയാണ് ജീവിതത്തിൽ. ഒരുപക്ഷെ അലിക്ക് വേണ്ടി അടിക്കാൻ വെച്ചിരുന്ന ലോട്ടറി അതായിരിക്കും. ആ ഉരുളെടുത്തു പോകാത്ത മനുഷ്യരിൽ ഒരാളാണ് അലിയും അലിയുടെ കുടുംബം എന്ന് നമുക്ക് ആശ്വസിക്കാം അലി. താങ്ക് യു അലി. എന്തായാലും സർക്കാരിന്റെ ഉപജീവന മാർഗം കൂടി അതിലേക്ക് ഒരുങ്ങിക്കിട്ടണം. അതിനുള്ള സംവിധാനം കൂടി നമുക്ക് നോക്കാം. താങ്ക് യു അലി. അലിയാണ് നമുക്കൊപ്പം ചേർന്നത് മേപ്പാടി ക്യാമ്പിൽ നിന്ന്.